യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് പാർട്ണർ ഇന്ത്യയാണെന്ന് ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് പറയുകയാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുന്നു, സമ്മിറ്റിൽ പങ്കെടുക്കുന്നു, സുപ്രധാനമായ ചില കരാറിലേക്ക് പോകുന്നു. ഒപ്പം 114 റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒരു കരാർ. അതിൽ തന്നെ 60% വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനാണ് പദ്ധതി ഇടുന്നത്. അതായത് ഫ്രാൻസിൽ നിർമ്മിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അങ്ങനെ ഇന്ത്യക്ക് സാങ്കേതിക വിദ്യ കൂടി കൈമാറുന്നു. ഒരു വലിയ നീക്കം. ഇതിനിടയ്ക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം അവിടുത്തെ പാർലമെന്റിൽ പറയുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ജൂതന്മാരെ അഭിസംബോധന ചെയ്തിട്ട് പറയുന്നു, നിങ്ങൾ അറിഞ്ഞോ 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തിന്റെ ഹീറോ ആയിട്ടുള്ള ഒരു ഭരണാധികാരി നമ്മുടെ രാജ്യത്തേക്ക് വരുന്നു. അതായത് മോദി ഇന്ത്യയിലേക്ക് വരുന്നു. ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ ചില ആയുധ ഇടപാടുകൾ സംബന്ധിച്ചുള്ള കരാറിലേക്ക് ഒപ്പുവെക്കാനും അടുത്ത ആഴ്ച നീക്കം നടത്തുന്നതായിരുന്നു. അപ്പോൾ രണ്ടിടത്തും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ സ്റ്റാറായിട്ട് മാറുന്നു. എന്താ നമ്മൾ വായിച്ചെടുക്കേണ്ടത്? അതെ, ഒന്ന് കാശാണ്. അത് ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. ഇത്രയും വിമാനം വാങ്ങുമ്പോൾ ഫ്രാൻസിന് കിട്ടുന്ന കാശ്, അവരുടെ ഈ എയ്റോസ്പേസ് ഇൻഡസ്ട്രിക്ക് കിട്ടുന്ന കുതിപ്പ്, അത് വലിയൊരു കുതിപ്പല്ല. ഇത്രയും വിമാനം ആരാ ഒരുമിച്ച് വാങ്ങുന്നത്? അതിൽ മേജർ നമ്മൾ ഇവിടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് നിർമ്മിക്കും, മേക്ക് ഇൻ ഇന്ത്യ ആക്കും എന്നൊക്കെ പറയുന്നു. ബട്ട് സ്റ്റിൽ ഫ്രാൻസിനാണല്ലോ അതിൻ്റെ ക്രെഡിറ്റ്. അതെ. മാത്രമല്ല, ഫ്രാൻസ് ഇന്ന് വരെ നമുക്കിതിൻ്റെ സോഴ്സ് കോഡ് തരാം എന്ന് പറഞ്ഞിട്ടില്ല. സോഴ്സ് കോഡ് ഒരു ടെക്നിക്കൽ ടേമാണ്. അതും കൂടെ കിട്ടിയാൽ മാത്രമേ ഒരു വിമാനം മൊത്തം നമ്മുടെ സ്വന്തമാകുന്നുള്ളൂ. ആ വിമാനത്തിൻ്റെ പുറത്ത് നമുക്ക് ആധിപത്യം വരുന്നുള്ളൂ. ബട്ട് ഫ്രാൻസ് പറഞ്ഞു, സോഴ്സ് കോഡിൻ്റെ ആവശ്യം നിങ്ങൾക്ക് എന്താ? നിങ്ങളുടെ മറ്റ് റഷ്യൻ ആയുധങ്ങളുമൊക്കെ ആയിട്ട് ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ റഷ്യൻ വിമാനങ്ങളാണ് കൂടുതൽ. ഈ റഷ്യൻ വിമാനവും ഫ്രഞ്ച് വിമാനവും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. താഴെയുള്ള റഡാർ റഷ്യൻ വിമാനവുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഫ്രഞ്ച് വിമാനവുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പല ഭാഷകളിലാണ്. അപ്പോൾ അത് മിസ്മാച്ചായിപ്പോൾ അത് ചെയ്യാതിരിക്കാനാണ് ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. എല്ലാം ഒരേ പ്ലാറ്റ്ഫോമിലാക്കുക, ഇയാളുടെ ഭാഷ തർജ്ജമ ചെയ്ത് ഓട്ടോമാറ്റിക്കലി മറ്റേ ആൾക്ക് മനസ്സിലാവുക. എങ്കിലേ ഒരു കോർഡിനേറ്റഡ് എഫർട്ട് നടക്കുകയുള്ളൂ യുദ്ധത്തിൻ്റെ സമയത്ത്. അല്ലാതെ ഓരോ വിമാനവും ഓരോ ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ് അല്ല. ഇപ്പോൾ കൊമേർഷ്യൽ വിമാനങ്ങൾ ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റുകളാണ്. ഇൻഡിഗോ വരുന്നു, എയർ ഇന്ത്യ വരുന്നു. ഇൻഡിഗോ വേറെ വിമാനമാണ്, എയർ ഇന്ത്യ വേറെ വിമാനമാണ്. ഇൻഡിഗോ ആയിട്ട് കൺട്രോൾ റൂം ട്രീറ്റ് ചെയ്തിട്ട് നിങ്ങൾ റൺവേ നമ്പർ 11 ഇറങ്ങിക്കോ, നിങ്ങളൊരു കാര്യം ചെയ്യും, കുറച്ചുകൂടെ താമസിക്കുക, ഒരു റൗണ്ട് കൂടെ അടിച്ചിട്ട് വന്നിട്ട് പറയാം. ഈ വിമാനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷനോ സംഗതിയോ ഒന്നുമില്ല. യുദ്ധവിമാനങ്ങൾ അങ്ങനെയല്ല. ഇവർ തമ്മിലും കമ്മ്യൂണിക്കേഷൻ വേണം. എങ്കിലേ ഒരു വലിയ ഗ്രൂപ്പായിട്ട് പോയി അറ്റാക്ക് ചെയ്യാനും തിരിച്ചു വരാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം കൂടെ ഇതിൻ്റെ പുറകിലുണ്ട്. വെറും വിമാനങ്ങളല്ല, വെറും യന്ത്രങ്ങളല്ല. ഇതൊക്കെ ഒരു ഇലക്ട്രോണിക് ജംഗിളാണ് ഇതിനകത്ത്. 4.5 ജനറേഷനാണിത്. പക്ഷേ ലോകം മൊത്തം 5th ജനറേഷനിലേക്ക് പോകുന്നു. അപ്പം നമ്മൾ 4.5-ൽ നിൽക്കുന്നു. എന്തിനങ്ങനെ നിൽക്കണം എന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് 4.5-ൽ സെറ്റിൽ ചെയ്തു? 5th ജനറേഷനാണ് നമ്മുടെ ട്രംപിൻ്റെ F-35. ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് കിടന്ന പാട്ടയിൽ കെട്ടി വലിച്ചോ വെട്ടിയിലാക്കിയൊക്കെ കൊണ്ടുപോയ സാധനം. ബട്ട് നമ്മളത് ഒരെണ്ണം അങ്ങനെ പെട്ടുപോയി. നമ്മളതിന് കണക്കിന് കളിയാക്കി. കാര്യം ശരിയാണ്, ഞാനും അതിന് 3-4 വീഡിയോയിൽ ഞാനതിനെ പരിഹസിച്ചു. ബട്ട് നെവർദലെസ് അത് 5th ജനറേഷൻ ഒന്നാം തരം സാധനമാണ് F-35. അപ്പോൾ ആ F-35 വേണ്ടാന്ന് വയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ റഫേൽ മതിയെന്ന് വയ്ക്കുന്നു. കാരണം ഈ F-35 വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ള കണ്ടീഷൻസ് ഭയങ്കരമാണ്. അമേരിക്ക പറയുന്ന രാജ്യത്തിനെതിരെ മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് അമേരിക്കയോട് ചോദിക്കണം, ചേട്ടാ ഞാനിത് ഉപയോഗിച്ചോട്ടെ. ഇവിടെ ഇങ്ങനൊരു സാധനം കൈ കിട്ടിയിട്ട് എന്ത് കാര്യം? മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സിനിജി ആർമിയുടെ ഇപ്പോഴത്തെ എയർഫോഴ്സിൻ്റെ ആവശ്യമനുസരിച്ച് 42 സ്ക്വാഡ്രൺ വിമാനങ്ങൾ വേണം. നമ്മുടെ കയ്യിലുള്ളത് 29 സ്ക്വാഡ്രനാണ്. 25 ചിലർ പറയുന്നുണ്ട്.
അതെ. 29 എണ്ണാൻ 29 ഉണ്ട്. പക്ഷേ ആക്ച്വലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള 25 സ്ക്വാഡ്രണേ ഉള്ളൂ എന്ന് പറയുന്നവരുണ്ട്. എന്ത് വാങ്ങിക്കോട്ടെ, ഒഫീഷ്യൽ ഫിഗർ 29 നമുക്ക് എടുക്കാം. 29 42 തമ്മിലുള്ള വ്യത്യാസം എനിക്ക് 13 സ്ക്വാഡ്രൺ. ഒരു സ്ക്വാഡ്രൺ എന്ന് പറഞ്ഞാൽ എത്ര? 13-16 അത്രയും വിമാനങ്ങൾ ഇപ്പം തന്നെ നമുക്ക് കുറവാണ്. നമ്മൾ ഫസ്റ്റ് ജനറേഷൻ വിമാനങ്ങളൊക്കെ കണ്ടം ചെയ്ത് കഴിഞ്ഞു. ഈ മിഗ് 21 എന്നൊക്കെ പറഞ്ഞുള്ള ഈ ഒറ്റയടിക്ക് മിഗ് മുഴുവൻ നമ്മൾ പിൻവലിച്ചുകൊണ്ടല്ലേ അല്ല, ഒറ്റയടിക്ക് പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ ഇത് പിൻവലിക്കണം. അതിന് മുമ്പ് തന്നെ ഓർഡർ കൊടുത്ത് ഈ സാധനങ്ങൾ കൊണ്ടുവരണമായിരുന്നു, റീപ്ലേസ് ചെയ്യണം. AK ആന്റണി അതിന് തയ്യാറായില്ല. AK ആന്റണി കഴിഞ്ഞ് 2014 മോദി വന്നിട്ട് ആദ്യം ചെയ്ത് എന്തോ മരണവിപ്രാളം പിടിച്ചിട്ട് ഓടിയില്ലേ ഫ്രാൻസിൽ. നേരെ പോയി ഗവൺമെൻറ് കരാർ 36 റഫേൽ വിമാനങ്ങൾ വേണം, ഇവിടെ അഴിമതിയാണ്, കുന്തമാണെന്നൊക്കെ പറഞ്ഞ് വാൻ ബഹളം സുപ്രീം കോടതിയൊക്കെ ഇടപെടുന്നു. മോദി ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ വരട്ടെ എന്ന് പറഞ്ഞ് നേരിട്ട് പോയിട്ട് 36 വിമാനങ്ങൾക്ക് കരാറുണ്ടാക്കി. ആ വിമാനങ്ങൾ എത്തുകയും ചെയ്തു. ഇതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒന്നും ഇല്ല എന്ന് കുന്തം വാചകം മാത്രം അടിച്ചാൽ മതിയോ. ഈ AK ആന്റണി എന്ത് കാര്യം സമാധാന പ്രിയനായിരിക്കുക, കറപ്ഷനിലോ അങ്ങനെ, പക്ഷേ ഒരാണി പോലും പുള്ളി മേടിച്ചില്ല. 2014 മോദി വന്നു കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. എൻ്റെ പൊന്നു ദൈവം, കയ്യിലൊരു ഒന്നുമില്ലാതെ വായ അടിച്ചുകൊണ്ടിരിക്കുക. ചൈനയുടെ അടുത്തും പാകിസ്ഥാൻ്റെ അടുത്തും. അന്നൊരൊറ്റ അടി പാകിസ്ഥാൻ നമ്മളെ അടിക്കുകയാണെങ്കിൽ നമ്മൾ തെറിച്ചു പോകും. പക്ഷേ ആദ്യത്തെ ഒരാഴ്ച നമ്മൾ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റാണ്. പിന്നെ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൽ പട്ടാളക്കാരുടെ എണ്ണം കൂടുതലായതുകൊണ്ട് നമ്മൾ മെല്ലെ അപ്പുറം തന്നെ എടുക്കും. പക്ഷെ അപ്പോഴത്തേക്ക് വരാൻ പോകുന്ന നാശനഷ്ടം എത്ര ഭീകരമായിരിക്കും. അതുകൊണ്ടാണ് മോദി അന്ന് മരണവെപ്രാളത്തിന് ഓടി കരാറുണ്ടാക്കി പറഞ്ഞ കാശ് കൊടുത്ത് നെഗോഷിയേറ്റ് ചെയ്ത് 36 റാഫേൽ വാങ്ങി. അതിന് തുടർന്നുള്ള ഓർഡറാണ്. കോൺഗ്രസ്സുകാർ വെറുതെ ബഹളം ചെയ്ത, കോൺഗ്രസ്സുകാർ ഇത് വാങ്ങാനായിട്ട് ആലോചിച്ചത് 126 റഫേൽ വാങ്ങാൻ ആലോചിച്ചത്. അപ്പം ആലോചന മാത്രം ഉണ്ടായി, ഫയല് മുന്നോട്ട് പോകണ്ടേ, ഒപ്പിടണ്ടേ. സെക്രട്ടറി ഒപ്പിട്ടാലും മന്ത്രി ഒപ്പിടില്ല, മന്ത്രിസഭയിൽ ചർച്ച, അവിടെ ചർച്ച, ഇവിടെ ചർച്ച, ഇങ്ങനെ നീണ്ടു പോയി. മോദി അത് ഫാസ്റ്റാക്കി. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഈ 4.5 സെറ്റിൽ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം, നമുക്ക് അത്യാവശ്യമായിട്ട് വിമാനം വേണം. 5th ജനറേഷൻ വിമാനങ്ങൾ ഇത്രയും എണ്ണം ഇത്രയും വേഗം മറ്റാർക്കും ഡെലിവറി ചെയ്യാൻ പറ്റില്ല. പിന്നെ F-35 കൂടെയുള്ള കണ്ടീഷൻസ് ഇതിനേക്കാളൊക്കെ വളരെ മോശമാണ്. ഫ്രാൻസ് സോഴ്സ് കോഡ് തരുന്നതേ ഉള്ളൂ, അല്ലാതെ ഫ്രാൻസ് നമുക്ക് ഇത് തന്നിട്ട്, റഫാൽ തന്നിട്ട് നിങ്ങളിത് ചൈനയ്ക്കെതിരെ ഉപയോഗിക്കരുത്, ബംഗ്ലാദേശിനെതിരെ 2 ഉപയോഗിച്ചു, ശ്രീലങ്കയ്ക്ക് 3, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒന്നുമില്ല. കണ്ടീഷൻസ് ആർ ഓപ്പൺ, നിങ്ങൾ ആർക്ക് വേണമെങ്കിലും വിറ്റോ ചെയ്തു. മാത്രമല്ല ഫ്രാൻസിനും ഒരു സഹായമുണ്ട് ഇതിൽ. ഫ്രാൻസിന് അവരുടെ നാറ്റോയുടെ ചട്ടക്കൂടും സംഗതിയൊക്കെ വെച്ചിട്ട് ചില രാജ്യങ്ങൾക്ക് യുദ്ധവിമാനങ്ങൾ വിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പം അത് ഇന്ത്യയുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചോളാൻ പറയും ഫ്രാൻസ്. ചേട്ടന് റഫാലല്ലേ വേണ്ടത്. ഈ നാറ്റോ കെട്ടുപാട് EU കുന്തം കുറുപടിയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് നേരിട്ട് വിൽക്കാൻ പറ്റില്ല. ഇതേ സാധനം തന്നെ, ഞാൻ കൊടുത്ത സാധനം തന്നെ ഇന്ത്യയിൽ ഇരിപ്പുണ്ട്, അവിടെ നിന്ന് മേടിച്ചു, നമ്മളത് വിൽക്കും. ഇങ്ങനെ ഇൻഡയറക്ട്ലി ഫ്രാൻസിന് ബെനിഫിറ്റ് ഉണ്ടാകും. ആ ഒരു ഉദ്ദേശവും ഫ്രാൻസിന് ഇതിൻ്റെ പിന്നിലുണ്ട്. ബട്ട് മെയിൻ ഇതിൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് കാശാണ്. അതിൽ തെറ്റൊന്നുമില്ല. എല്ലാ രാജ്യങ്ങളും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് യുദ്ധമില്ലാത്തടത്ത് യുദ്ധം ഉണ്ടാക്കിയിട്ട് അവിടെ ആയുധം വിറ്റ് അമേരിക്ക കാശുണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിൽ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നതിന് വലിയ ഇത്തരം ഒരു ആയുധ കരാർ ഉണ്ടാവില്ല, അതിന് ഇന്ത്യക്ക് നേട്ടം ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഇന്ത്യയുടെ ഇതെന്ന് വെച്ചാൽ ഈ 140-145 കോടി ജനം, ഇത്ര വലിയ മാർക്കറ്റ് വേറെ എവിടെയുണ്ട്? ഏത് സാധനവും വിറ്റഴിയുന്ന ഒരു മാർക്കറ്റ്. എന്നാൽ ഭ്രാന്തി പിടിച്ച പോലെ ആരും ഒരു സാധനം വാങ്ങുന്നില്ല. തന്നെ വളരെ മെച്യൂർഡായിട്ടുള്ള ഒരു കൺസ്യൂമർ ആണ് ഭാരത്. താരതമ്യമല്ല, അവരെ അടിമകളൊക്കെ ആക്കാൻ പ്രയാസമാണ്. ഒരു സാധനം കൊടുത്ത് അടിമയാക്കുക അങ്ങനത്തെ ഉണ്ട്. എന്നാലും മറ്റ് രാജ്യങ്ങളൊക്കെ ആയിട്ട് നോക്കുമ്പോൾ കുറെ കൂടെ മെച്യൂറാണ്.
ഈ ഇത്രയധികം വൈവിധ്യം ഉണ്ടായിട്ടും ഇത് ഒരുമിച്ച് നിൽക്കുന്നു. അപ്പോൾ ഇപ്പോൾ മുസ്ലിം രാജ്യങ്ങൾ നോക്കിക്കോ, അവർ 22 തരം ഭാഷയാണ് അവരുടെ, 22 രാജ്യങ്ങളുമാണ്. ഒരു രാജ്യം ഒരു ഭാഷ, ഒരു രാജ്യം ഒരു ഭാഷ. നമ്മൾ 22 ഭാഷയുണ്ട്, ഔദ്യോഗിക ഭാഷ 22 ഉണ്ട്, അനൗദ്യോഗിക ഭാഷ എത്ര ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയില്ല. ഇതെല്ലാം ഉണ്ടായിട്ടും രാജ്യം ഒന്നാണ്. അപ്പോൾ അങ്ങനത്തെ വ്യത്യാസങ്ങൾ ഭാരതത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഇതിൽ പോയി കഴിയുമ്പോൾ എല്ലാവിധ ഫ്ലെക്സിബിലിറ്റിയും വൈവിധ്യവും എല്ലാ കച്ചറയും അലമ്പും സംഗതി എല്ലാം. നമ്മളുടെ ബസ് സ്റ്റോപ്പ് കണ്ടിട്ടുണ്ടോ? CRC CPI MLൻ്റെ വാർത്താ ബോർഡ് മുതൽ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ വാർത്താ ബോർഡ് വരെ കാണും. എല്ലാ അതികഠിനമായ നിരീശ്വരവാദം മുതൽ അസാമാന്യമായ ഭക്തന് വരെ ഒരു ബോർഡ് ബസ് സ്റ്റോപ്പിലുണ്ട്. DYFIക്കുണ്ട്, BJPക്കുണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാ കൊടിയും ഒക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യം. ഇത് വേറെ എങ്ങും ഇത് കാണാൻ പറ്റില്ല. കാരണം ഇവൻ അധികാരത്തിൽ വരുമ്പോൾ മറ്റവൻ്റെ കൊടി ഉരുക്കളയും, അവൻ വരുമ്പോൾ ഇവൻ്റെ കൊടി ഉരുക്കളയും. ഇങ്ങനെയൊക്കെ നമ്മൾ അധികാരത്തിൽ വന്നു വിചാരിച്ച് മറ്റവൻ്റെ കൊടിയൊന്നും ഊരാൻ പോകില്ല, അവിടെ നിൽക്കിട്ട് അത് ഒന്ന് കളിയാക്കും, അതിനപ്പുറത്തേക്ക് നമ്മൾ പോകില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു രാജ്യം ആരായാലും നമ്മളെ വിലമതിക്കും. അതിനാദ്യം നമുക്കൊരു ആത്മവിശ്വാസവും ആത്മധൈര്യവും ഒക്കെ വേണം. അതാണ് മോദി വരുത്തിയ ഒരു വ്യത്യാസം ഭാരതത്തിൽ. അതെല്ലായിടത്തും കാണും. അപ്പോൾ ഇസ്രയേലും ഫ്രാൻസും ഒരുപോലെ ഇന്ത്യയെ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പങ്കാളിത്തത്തെ അവർ വിലമതിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇസ്രായേലിൻ്റെ കാര്യം പറഞ്ഞാൽ മഹാസങ്കടമാണ്. അവരെത്രയോ കാലമായി നമ്മളെ അംഗീകരിക്കുന്നു, നമ്മൾ അവരെ അംഗീകരിക്കുന്നില്ല. അതാണ് 1948 ഇസ്രായേൽ എന്നുള്ള രാജ്യം സ്ഥാപിതമായപ്പോൾ അവർ ആദ്യം പാസ്സാക്കിയ പ്രമേയം ഭാരതത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രമേയമാണ്. കാരണം ലോകത്ത് സകല രാജ്യങ്ങളും ജൂതന്മാരെ കൊടിച്ചിപ്പട്ടിയെ പോലെ അടിച്ചോടിച്ചപ്പോൾ അഭയം കൊടുത്ത ഏകരാജ്യം ഭാരതമായിരുന്നു. അതിൻ്റെ നന്ദി അവരുടെ രാജ്യം നിലവിൽ വന്നപ്പോൾ ആദ്യം അവർ പ്രമേയം പാസ്സാക്കി, ഭാരതത്തിന് ഞങ്ങൾ നന്ദി പറയും. അന്ന് മുതൽ അവർ നമ്മളുടെ കൂട്ടുകാരാവാനായിട്ട് കൈനീട്ടി തന്നെ നിൽക്കുന്നു. നമ്മൾ ഇവിടെ മുസ്ലിങ്ങൾക്ക് ദേഷ്യം വരുമെന്ന് ഭയന്നിട്ട് അവർക്ക് കൈ കൊടുക്കാതെ നിന്നു. അത് പിന്നെ മാറ്റിയത് നരസിംഹറാവുവിൻ്റെ കാലത്താണ്. മോദി വന്നു കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് മാറി. മോദി അവിടെ പോയി സന്ദർശിച്ചു ഒക്കെ ചെയ്ത് നോർമലൈസ് ആക്കി. ഇപ്പോൾ നമ്മൾ അവർക്ക് ആയുധങ്ങൾ വയ്ക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.